നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഓർഗെ ഹീസസും അദ്ദേഹത്തോടൊപ്പമുള്ള മറ്റ് പോർച്ചുഗീസ് ഡയറക്ടർമാരും അൽ നസർ വിട്ടേക്കും എന്നൊരു വാർത്ത പുറത്തേക്ക് വരുന്നു. ഇന്നലെ സെമേഡോയോട് ചോദിച്ചു, എന്താണ് ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ സെമേഡോയുടെ മറുപടി, അൽ നസറിൻ്റെ CEO പറഞ്ഞത്, ഐ കാൻ സ്പീക്ക്, ഐ ഡോണ്ട് ഹാവ് ആൻ ആൻസർ ഓൺ ദിസ് മാറ്റർ എന്നാണ്. ഇതിനെക്കുറിച്ച് ഞാനൊന്നും മിണ്ടുന്നില്ല, എനിക്കൊന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓർഗെ ഹീസസിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇനി അൽ നസറിൽ തുടരാൻ താല്പര്യമില്ല, അടുത്ത സീസണിൽ അദ്ദേഹം അവിടെ തുടരാനുള്ള സാധ്യതയില്ല എന്നാണ് റിപ്പോർട്ട്. 1 വർഷത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സർക്കംസ്റ്റാൻസസ് ഒക്കെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ ഡിമാൻഡ്സ് മീറ്റ് ചെയ്യാത്ത ക്ലബിൽ തുടരാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. 2 സൈനിങ്ങുകൾ അദ്ദേഹം ജനുവരിയിൽ ആവശ്യപ്പെട്ടതാണ്, പക്ഷേ ഒന്നും നടക്കാതെ പോകുന്നതാണ് നമ്മൾ കണ്ടത്. അതിൽ അദ്ദേഹം ഡിസാറ്റിസ്ഫൈഡ് ആണെന്ന് അൽ റിയാദിയെയാണ് റിപ്പോർട്ട് ചെയ്തത്. കൂടാതെ സൗദി അറേബ്യൻ സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാർത്ത കൂടി നോക്കുക. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്, ദി റെസിഗ്നേഷൻ ഓഫ് ദി പോർച്ചുഗീസ് കോച്ചസ് ഓർ ഒഫീഷ്യൽസ് ഈസ് ലൈക്ലി ആൻഡ് വിത്ത് എ ഹൈ പ്രോബബിലിറ്റി. It's already being considered and they are discussing its implications. അപ്പോൾ കുട്ടീഞ്ഞോയും സെമേഡോയും അതുപോലെ തന്നെ ഓർഗെ ഹീസസും ഇവർ റിസൈൻ ചെയ്യാനുള്ള സാധ്യത പോലും ഉണ്ട്. അവരതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് ഡിസ്കസ് ചെയ്യുകയാണ്. അതിനുള്ളൊരു സാധ്യതയുണ്ട് എന്നാണ് സൗദി സോഴ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നലത്തെ റിപ്പോർട്ടാണ് അതിൽ പറയുന്നത്. ഇന്നലെ കളി കഴിഞ്ഞതിന് ശേഷം വന്ന റിപ്പോർട്ടാണ്, ഇന്നലെ രാത്രിയോടുകൂടി. അപ്പോൾ അതിൽ പറയുന്ന കാര്യം, ടുമാറോ it will become much clearer whether they continue or officially announce their departure. അപ്പോൾ ഇന്നത്തെ ദിവസം അൽ നസറിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ക്ലബിൽ തുടരുമോ അതല്ല ക്ലബ്ബ് വിടുമോ എന്നുള്ളത് ഇന്നത്തോടുകൂടി വ്യക്തമാവും എന്നാണ് പറഞ്ഞത്. ഏതായാലും നിലവിലെ അവസ്ഥയിൽ അവർ ഈ സീസൺ കംപ്ലീറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത എന്നാണ് നമുക്ക് കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാത്തിരിക്കാം ഇന്നത്തെ വിവരങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.